ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 9-ാം വാക്യം. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ, തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവിൻ. ഒരു കള്ളൻ ഒരു യുവാവിനെയും കൂട്ടി ഒരു വീട്ടിൽ മോഷണത്തിന് പോയി. അവർ ഒരു ടോർച്ചിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ ആ വീട്ടിലുള്ള പണവും ആഭരണങ്ങളും എല്ലാം കണ്ടെത്തി. അതെല്ലാം അവർ വേഗത്തിൽ ഒരു സഞ്ചികളിൽ ആക്കി. തുടർന്ന് അയാൾ അവിടെയുള്ള ഡൈനിങ് ടേബിളിൻ്റെ അടുത്തെത്തി അവിടെ ഇരുന്നു. യുവാവായ കള്ളൻ പറഞ്ഞു, "എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? നമുക്ക് വേഗം സ്ഥലം വിടാം." എന്നാൽ മുതിർന്ന കള്ളൻ പറഞ്ഞു, "നീ ഗ്ലാസും വൈനും വെള്ളവും എടുത്ത് ഇവിടെ വെക്കുക." അവൻ അങ്ങനെ ചെയ്തു. "നിന്റെ ചീട്ടെടുത്ത് കൊണ്ടുവരിക, നമുക്ക് കളിക്കാം." യുവാവിന് ആശ്ചര്യം വർദ്ധിച്ചു. അവൻ പറഞ്ഞു, "വീട്ടുകാർ ഉണരുന്നതിന് മുൻപ് പോകണ്ടേ?" മുതിർന്ന കള്ളൻ പറഞ്ഞു, "നീ TV ഒന്ന് ഓൺ ചെയ്യൂ." അവൻ അങ്ങനെ ചെയ്തു. TV-യുടെ ശബ്ദം കേട്ട ഗൃഹനാഥൻ ഉണർന്ന് ഓടിയെത്തി. കള്ളനെ പിടിക്കാൻ ശ്രമിച്ചു, എന്നാൽ കഴിഞ്ഞില്ല. അയാൾ പോലീസിനെ വിളിച്ചു. പോലീസ് വേഗം വന്നു. ഗൃഹനാഥൻ പറഞ്ഞു, "കള്ളന്മാർ വന്നിരിക്കുന്നു." കള്ളൻ പറഞ്ഞു, "സർ, ഇയാൾ എന്നെ ചീട്ട് കളിക്കാൻ വിളിച്ചതാണ്. കളിക്കുമ്പോൾ കുടിക്കുവാനായി ഇയാൾ വൈനും കരുതിയിരുന്നു. ഇപ്പോൾ കളിയിൽ തോറ്റതിന് ഇയാൾ ഞങ്ങളെ കള്ളന്മാരാക്കുകയാണ്." പോലീസ് നോക്കിയപ്പോൾ കള്ളന്മാർ ഇങ്ങനെ TV ഓൺ ചെയ്ത് മദ്യവുമായി മോഷ്ടിച്ച വീട്ടിലിരിക്കില്ലല്ലോ. പോലീസ് വീട്ടുകാരനോട് പറഞ്ഞു, "മേലിൽ ഇങ്ങനെ കള്ളക്കേസുമായി വിളിച്ചാൽ തന്നെ ഞാൻ അറസ്റ്റ് ചെയ്യും." കള്ളൻ പറഞ്ഞു, "സാർ, ഞങ്ങൾ ഇനി ഇവിടെ ഇരിക്കുന്നില്ല. ഞങ്ങളെ കൂടെ ടൗണിൽ വരെ ഒന്ന് വിടുമോ?" അങ്ങനെ പോലീസ് ജീപ്പിൽ മോഷ്ടിച്ച വസ്തുക്കളുമായി കള്ളന്മാർ സ്ഥലം വിട്ടു. ഒരു കള്ളൻ്റെ ബുദ്ധി വൈഭവമാണ് ഇവിടെ നാം കാണുന്നത്. എന്നാൽ ഈ ബുദ്ധി കൊണ്ട് എല്ലായ്പ്പോഴും രക്ഷപ്പെടുവാൻ കഴിയുമെന്ന് വിചാരിക്കുന്നവർ നിശ്ചയമായും ഒരിക്കൽ പിടിക്കപ്പെടും. മോഷണവും വഞ്ചനയും പ്രവർത്തിക്കുന്ന മിക്കവരും ചില പ്രാവശ്യങ്ങൾ രക്ഷപ്പെട്ടേക്കാം. എന്നാൽ ഈ വിദ്യകൾ കൊണ്ട് ശാശ്വതമായി രക്ഷപ്പെടാമെന്ന് കരുതുന്നവർ ഭോഷരായിത്തീരും. മോഷ്ടിക്കുകയും ചതിക്കുകയും ചെയ്യുന്നവർ മാത്രമല്ല, ഏത് ദുഷ്കൃത്യം പ്രവർത്തിക്കുന്നവരും ഒരിക്കൽ പിടിപെടാൻ ഇടയാകും. നമ്മുടെ ബുദ്ധിയും കൗശലവും തത്കാല വിജയം കണ്ടെത്തുമെങ്കിലും ആത്യന്തികമായി പരാജയമായിരിക്കും സംഭവിക്കുക. അഥവാ പിടിക്കപ്പെടില്ല എന്നതിനാൽ വിജയിച്ചു എന്ന് കരുതുന്നതും അബദ്ധമാണ്. ജീവിതത്തിൻ്റെ പരാജയം ജീവിത മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നതാണ്. ഇവിടെ ഒരു യുവാവിനെ കൂടെ തിന്മയിലേക്ക് നയിക്കുന്ന പ്രവൃത്തിയാണ് ഈ കള്ളൻ ചെയ്യുന്നത്. സത്യസന്ധരായിരിക്കുന്നത് പോലെ ജീവിതത്തിൽ വിജയകരമായി മറ്റൊന്നുമില്ല. കൗശലങ്ങളും സൂത്രങ്ങളും വഞ്ചനയുടെ പ്രതീകവും സത്യസന്ധതയുടെ ഘടകവിരുദ്ധവുമാണ്. മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തി തിന്മയ്ക്ക് വിധേയരാകുന്ന അനുഭവം തിന്മയെ വെറുത്ത് നന്മയോട് ചേർന്ന് നിൽപ്പാൻ നമുക്ക് സന്നദ്ധരാവാം. അങ്ങനെ ജീവിതം സാർത്ഥകമായി നമുക്ക് ഭവിക്കട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. സത്യസന്ധതയുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. എല്ലായ്പ്പോഴും അങ്ങയുടെ സന്നിധിയിൽ സത്യസന്ധതയോടും നീതിബോധത്തോടും കൂടെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.